കാഞ്ഞങ്ങാട് LDF തെരഞ്ഞെടുപ്പ് റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ 3 വർഷം തികയുന്നു. അവിടെ അവസാനിച്ചില്ലേ ജീർണത? നേരിയ എന്തെങ്കിലും ഒരു ജീർണതയുടെ അംശം പിന്നീട് കാണാൻ കഴിഞ്ഞോ ഈ 3 വർഷമായിട്ട്? പകരം ഉന്നതമായ ബദൽ രാഷ്ട്രീയ സംസ്കാരം കേരളത്തിൽ നിൽക്കുന്നു. ഭരണരംഗം നമ്മുടെ സംസ്ഥാനത്ത് വല്ലാത്ത നിരാശയായിരുന്നില്ലേ ആളുകൾക്ക്? ഇവിടെ ഒന്നും നടക്കില്ല, ഒന്നും നടത്താൻ സമ്മതിക്കില്ല, ഇങ്ങനെയായിപ്പോയി നാട്. ഇങ്ങനെയൊരു വല്ലാത്ത അമർഷത്തോടെയുള്ള ശാപവാക്കുകളായിരുന്നു. എല്ലാം നിരാശയിൽ നിന്നായിരുന്നു. ഇപ്പോഴോ ആ നിരാശ പോയി നല്ല പ്രത്യാശയായി. ഇത് രണ്ടും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. നേരത്തെ ഇപ്പൊ നമ്മുടെ നാഷണൽ ഹൈവേ വികസനം അത് കേരളത്തിൽ നടപ്പാകില്ല എന്നല്ലേ എല്ലാവരും ധരിച്ചിരുന്നത്. ഇന്ന് ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഉറപ്പാണ് നാഷണൽ ഹൈവേ വികസനം നാട്ടിൽ നടക്കും എന്നല്ലേ എല്ലാവരും കരുതുന്നത്. അതല്ലേ ആരോഗ്യകരമായ മാറ്റം. ഇപ്പൊ നേരത്തെ കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ജലപാത. കോവളത്തുനിന്ന് പുറപ്പെട്ട് ഇവിടെ ബേക്കലില് എത്തിച്ചേരുന്നൊരു ജലപാത. അത് സ്വപ്നമായിട്ട് തന്നെ കിടക്കുകയായിരുന്നു. എന്നാൽ അടുത്ത വർഷം സ്വപ്നമല്ല, 2020 ആ ജലപാത യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ബേക്കലിൽ നിന്നൊരു ബോട്ട് പുറപ്പെട്ടാൽ കോവളത്തെത്തും, അതിൽ കയറി പോകാൻ. ആ മാറ്റം നമ്മുടെ നാടിന്റെ രണ്ടറ്റം, ഒന്ന് തീരദേശം, മറ്റൊന്ന് മലയോരം. ഈ രണ്ട് ഭാഗത്തും ഓരോ ഹൈവേ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാർ 10,000 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. ഇതൊക്കെ കേരളത്തിൽ നേരത്തെ ഊഹിക്കാൻ പറ്റുമോ? ഗെയിൽ പൈപ്പ് ലൈൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ യാഥാർത്ഥ്യമാകുന്നു. കൂടംകുളം പവർ ലൈൻ 400 kV ലൈനാണ്. തടസ്സം കാരണം പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഇട്ടേച്ചു പോയതാണ്. ഇപ്പോ ഒരു ടവർ മാത്രം ബാക്കി. പണിയെടുക്കാൻ ബാക്കിയായതല്ല, അവിടെ ഒരു സ്റ്റേ കിടക്കുന്നു. അത് വെക്കേറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നു. വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നു. വിധി വന്നാൽ ആ പ്രശ്നം തീർന്നു. ഇതാണ് കേരളത്തിന്റെ മാറ്റം. ഇത് ചെറിയ മാറ്റമല്ല, ഒരുപാട് പദ്ധതികൾ. എല്ലാറ്റിലേക്കും ഞാനിപ്പോ പോകുന്നില്ല. എന്താണ് സർക്കാരിന്റെ സമീപനം? ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോ പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ 600 രൂപയായിരുന്നു. ഇപ്പോൾ എത്രയാ?